ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരു ഒരു ദിവസം വന്ന് താമസിച്ച ഒരിടം. നഗര തിരക്കുകൾക്കിടയിൽ ഇപ്പോഴും ഗ്രാമാന്തരീക്ഷം ഒട്ടും നഷ്ടപ്പെടാതെ കിടക്കുന്ന ഗ്രാമപഞ്ചായത്ത്. കൊല്ലം ജില്ലയിൽ പുനലൂർ താലൂക്കിലെ അഞ്ചൽ ബ്ലോക്ക് പരിധിയിലാണ് ഇവിടം. ചരിത്രങ്ങൾ ധാരാളമുള്ള, പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന പുനലൂർ നിയോജക മണ്ഡലത്തിന്റെയും 5 ചൊല്ലുകളുടെയും നാടായ അഞ്ചലിന്റെയും തൊട്ടടുത്തുള്ള പ്രദേശം കരവാളൂർ. 17 വാർഡുകളാണ് കരവാളൂർ ഗ്രാമപഞ്ചായത്തിലുള്ളത്. കർഷകരാണ് ഇവിടെ കൂടുതലും ജീവിക്കുന്നത്. ശ്രീനാരായണ ഗുരു SNDP പ്രസ്ഥാനം ആരംഭിക്കുന്ന സമയത്ത് ഈ സമുദായാംഗങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു 100-105 വർഷങ്ങൾക്ക് മുൻപ് വന്ന് താമസിച്ച ഒരു വീടാണിത്. ഇതാണ് കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ ചേറ്റുകുഴി 16-ാം വാർഡ്. വർഷങ്ങളായി മുഖ്യധാരാ പാർട്ടികൾ പാരമ്പര്യം പറഞ്ഞും ചിഹ്നങ്ങളുടെ വികാരത്തിലും മാത്രം ജയിച്ചുകൊണ്ടിരുന്ന വാർഡിലേക്ക് ആ യുവാവ് കടന്നുവന്നു. സ്കൂൾ കോളേജ് രാഷ്ട്രീയത്തിലൂടെ കടന്നുവന്ന അയാൾ തന്റെ യഥാർത്ഥ വിഷനുകളും മിഷനുകളും സ്വതന്ത്രമായി ആ നാട്ടുകാരുടെ മുൻപിൽ തുറന്നു പറഞ്ഞു. ചേറ്റുകുഴിക്ക് പുത്തൻ സൂര്യോദയം നൽകാൻ അയാൾ മുന്നിൽ നിന്നു. 1500-ലധികം വരുന്ന നാട്ടുകാർ അയാൾക്ക് പിന്നിലും അണിനിരന്നു. അയാളുടെ പേരാണ് യു മുഹമ്മദ് അൻസാരി. 2020 ഡിസംബർ മുതൽ ഇവിടെയുള്ളവരെല്ലാം ജീവിച്ചത് അയാളുടെ പ്രവർത്തനങ്ങൾക്ക് ഒപ്പമായിരുന്നു. ഇന്നീ കാണുന്നതെല്ലാം അതിന്റെ ഫലമാണ്. ഒരു വാർഡിന്റെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ തുടങ്ങുന്നതായിരുന്നു അൻസാരിയുടെ പ്രവർത്തനങ്ങൾ. 5 വർഷത്തിനിടയിൽ 4,56,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ചേറ്റുകുഴി 15-ാം വാർഡിൽ അൻസാരിക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ നടന്ന ഏക വാർഡാണ് ചേറ്റുകുഴി എന്നും അൻസാരി പറയുന്നു. പഞ്ചായത്തിൻ്റെ ഒരു സാധ്യത വെച്ച് അന്ന് വൈസ് പ്രസിഡന്റ് കസേര കിട്ടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പദവിയിലിരിക്കുന്നത് കൊണ്ട് തന്നെ അന്ന് സാമ്പത്തിക സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിരുന്നു. പരമാവധി പദ്ധതികളും പരമാവധി ഫണ്ടും ഈ വാർഡിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ആ ആദ്യ 2 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനവും പിന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചെയ്യാവുന്ന പരമാവധി വർക്കുകൾ അത് ഈ വാർഡിലേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞു. സ്വതന്ത്രൻ എന്ന നിലയിൽ തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടിയെ സമീപിക്കുന്നതിനും യാതൊരു വ്യത്യാസങ്ങളും മടിയും കാര്യങ്ങളിൽ വിചാരിക്കാത്തത് കൊണ്ട് തന്നെ ഏവരെയും സമീപിക്കാൻ കഴിഞ്ഞു. ആ സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ നേതൃത്വം നമ്മളോട് സഹകരിച്ചു. അങ്ങനെ MLAയുടെ ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ ഫണ്ടും ഉൾപ്പെടെ പതിറ്റാണ്ടുകളായി വഴിയില്ലാതിരുന്നിടത്തൊക്കെ വഴിവെട്ടിയായിരുന്നു തുടക്കം. നടവഴികൾ റോഡാക്കി മാറ്റി, നടപ്പാതകൾ നവീകരിച്ചും റോഡ് കോൺക്രീറ്റ് ചെയ്തും പൊളിഞ്ഞ റോഡുകൾ റീകോൺക്രീറ്റ് ചെയ്തും ടാർ ചെയ്തും സംരക്ഷണ ഭിത്തി കെട്ടി നാടിന്റെ മുഖച്ഛായ മാറ്റാൻ തുടങ്ങി. സകലം കൂടെ വഴിയായി. അത് അൻസാരിയും ബഷീറും നിശ്ചയിച്ചുകൊണ്ട് സകലം നടന്നു പോന്ന്. നിലവിൽ ചെയ്തിട്ടുള്ള 6ഓളം റോഡുകൾ, പുതുതായി നിർമ്മിച്ച റോഡുകൾ, അതെല്ലാം പതിറ്റാണ്ടുകളായി ഈ നാട്ടിൽ നിന്നിരുന്ന ആവശ്യകത തന്നെയായിരുന്നു. ഞാൻ വാർഡ് മെമ്പർ ആയപ്പോൾ വന്ന ആവശ്യകതയല്ല, പതിറ്റാണ്ടുകളായി നിന്ന ആവശ്യകതയായിരുന്നു. ആ ആവശ്യകതയെ മുൻ മെമ്പർമാർക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയാതിരുന്നത് ചില രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്കൊരു ചേരിയുടെ ഭാഗമായി നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഞാൻ കടന്നു വന്ന സാഹചര്യത്തിൽ സ്വതന്ത്രമായി നിലപാടുകൾ സ്വീകരിക്കാൻ കഴിഞ്ഞു. സ്വതന്ത്രമായി ഈ റോഡുകളുടെയൊക്കെ സമീപത്തുള്ള ആളുകളെയും സമീപിക്കാൻ കഴിഞ്ഞപ്പോൾ തുറന്ന മനസ്സോടെ തന്നെ ആളുകൾ ഇതുമായിട്ടെല്ലാം സഹകരിച്ചു. ഈ വഴിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങളെ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറ്റിയായിരുന്നു ആൾക്കാർ. പരാതിയൊക്കെ കൊടുത്തു, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇതിലെല്ലാം നമ്മൾ അടിക്കാനൊക്കെ വന്നതെല്ലാം തരണം ചെയ്ത് നമ്മൾ ഇവിടം വരെയൊക്കെ അൻസാരിയും ബഷീറുമായി ഇവിടം വരെയൊക്കെ എത്തിച്ച്. പക്ഷെ അത് പൂർണ്ണമായിട്ട് നമ്മൾ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഒരു 20% ഇനിയും ബാക്കി കിടക്കുക. ഗ്രാമത്തിലെ ഒരു പ്രധാന കാഴ്ചയാണ് കയ്യാലകളും തോടുകളും നീരുറവകളും. ഇവിടങ്ങളിലെല്ലാം ഒരു വാർഡ് മെമ്പറിന്റെ ശ്രദ്ധ എത്രത്തോളം പതിഞ്ഞു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ കാണുന്നത്. നമ്മുടെ ഈ വാർഡ് മേഖല നമ്മൾ അതിൻ്റെ ഒരു രൂപരേഖ പറയുകയാണെങ്കിൽ ഒരു V ഷേപ്പിൽ നിൽക്കുന്ന ഒരു വാർഡ് മേഖലയാണ്. 2 മലകൾക്കിടയിലൂടെ വെഞ്ചേമ്പ് തടിക്കാട് റോഡ്, അതും ആയി ബന്ധപ്പെട്ട പ്രധാന തോടും കടന്നു പോകുന്ന നിലയിലുള്ള ഒരു ഷേപ്പിലാണ് നമ്മുടെ വാർഡ് മേഖല സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മല മേഖലകളിൽ നിന്നെല്ലാം നീർച്ചാലുകൾ കൃത്യമായി രൂപപ്പെടുന്നുണ്ട്. മണ്ണൊലിപ്പ് ശക്തമായി ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. റോഡുകളൊക്കെയും നിലനിൽക്കാത്തതിൻ്റെ അടിസ്ഥാനവും ഓടകൾ കൃത്യമായി ഇല്ലാത്തതും കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങളെ കൂടി കാര്യക്ഷമമായി ഇടപെടണം എന്നുള്ളത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നബാർഡുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട MLAയെ സമീപിച്ചു.
MLA അതിനെ പോസിറ്റീവ് മൈൻഡോടുകൂടി തന്നെ നമ്മളെ കൂടി ഉൾപ്പെടുത്തി കോട്ടുമല മുതൽ കലയനാട് വരെ ഉൾപ്പെടുന്ന നമ്മുടെ കല്ലടയാറിൻ്റെ അങ്ങേക്കരയും ഇങ്ങേക്കരയും വരുന്ന നീർച്ചാലുകളെ നവീകരിക്കുന്ന ഒരു പ്രവർത്തനത്തിൽ നമ്മുടെ വാർഡിനെ കൂടി ഉൾപ്പെടുത്തി. കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കണ്ടതായിരുന്നു ഒരു പ്രധാന നേട്ടമായി അൻസാരി പറയുന്നത്. കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് നമുക്ക് അന്ന് നിലവിലുള്ള സംവിധാനം ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ്. ജപ്പാൻ കുടിവെള്ള പദ്ധതി എന്ന് പറയുന്ന ജൈക്ക പദ്ധതിയുമായി ബന്ധപ്പെടുത്തി ജലജീവൻ മിഷൻ പ്രവർത്തനമാണ് സർക്കാർ ആവിഷ്കരിച്ചത്. ആ ആവിഷ്കരിച്ച പ്രവർത്തനത്തിനെ വാർഡിൽ ഗൗരവപൂർവ്വം സമീപിച്ച് അത് എത്തിക്കേണ്ടുന്ന മുഴുവൻ മേഖലയിലും ആവശ്യപ്പെട്ട മുഴുവൻ ഉപഭോക്താക്കൾക്കും കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ നമുക്ക് കഴിഞ്ഞു. 14 ലക്ഷം രൂപ മുടക്കി പുതിയ പോസ്റ്റുകൾ, സ്ട്രീറ്റ് ലൈറ്റുകൾ, LED ലൈറ്റുകൾ, ഫ്യൂസ് കാരിയർ, മീറ്റർ എന്നിവ സ്ഥാപിച്ചത് നാടിന് വെളിച്ചമായി മാറി. അഞ്ചൽ വെസ്റ്റ് സെക്ഷന്റെ പരിധിയിലും കരവാളൂർ സെക്ഷന്റെ പരിധിയിലുമാണ് 2 മേഖലകളിലായാണ് നമ്മുടെ വാർഡ് മേഖല സ്ഥിതി ചെയ്യുന്നത്. ഈ 2 മേഖലയിലുമുള്ള സ്ട്രീറ്റ് ലൈറ്റുമായി ബന്ധപ്പെട്ട് പരമാവധി കാര്യക്ഷമമായി ഇടപെടാൻ കഴിഞ്ഞത് ആദ്യ 2 വർഷക്കാലങ്ങളിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഇരുന്ന സമയത്താണ്. ആ സമയത്ത് പരമാവധി ഈ 2 മേഖലയിലുമുള്ള സെക്ഷനുകളിലേക്ക് നമുക്ക് സ്ട്രീറ്റ് ലൈൻ ഇല്ലാതെ കൈവയറുകൾ ഇറക്കി ഏറ്റവും നമ്മുടെ ലൈനിൽ കൂടെ പോകുന്ന അതേ വോൾട്ടേജ് താഴെ വരുന്ന അപകടകരമായ അവസ്ഥയിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. 90 ലക്ഷം രൂപ ഉപയോഗിച്ച് കലുങ്കുകളും ഐറിഷ് ഓടകളും നിർമ്മിക്കുകയും ചെയ്തു. പഞ്ചായത്തിലാകെ നിർമ്മിച്ച 8 കലുങ്കുകളിൽ ചേറ്റുകുഴി വാർഡിൽ തന്നെ 4 എണ്ണം ഉണ്ടെന്ന് അൻസാരി പറഞ്ഞു. കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തി 2 തവണയാണ് നമുക്ക് കലുങ്കുകൾക്ക് ടെൻഡറുകൾ നടപടി പൂർത്തീകരിച്ചിട്ടുള്ളത്. അത് ആദ്യ തവണ തന്നെ 2 കലുങ്കുകൾ ഈ വാർഡ് മേഖലയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. 2ാം തവണ ഇപ്പോൾ 16 വാർഡുകളിലുമായി 32 കലുങ്കുകൾ ചെയ്യുന്നതിന് വേണ്ടി ടെൻഡർ നടപടികൾ നടന്നു വരികയാണ്. 4.25 ലക്ഷം രൂപ ഉപയോഗിച്ച് കുഴൽക്കിണർ ഉൾപ്പെടെ നിർമ്മിച്ചാണ് അംഗൻവാടി നവീകരിച്ചത്. അംഗൻവാടിയിലെ കുട്ടികൾക്ക് വേണ്ടി വെള്ളം ശേഖരിച്ചിരുന്നത് സമീപത്തെ വീടുകളിൽ നിന്നാണ്. അതിന് ഒരു മാറ്റം വരണമെന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജലജീവൻ മിഷൻ പദ്ധതി ഉൾപ്പെടുത്തി പരമാവധി വേഗത്തിൽ ആദ്യമേ തന്നെ നമ്മൾ പൂർത്തീകരിച്ചത് അംഗൻവാടിയിലേക്കുള്ള കുടിവെള്ള കണക്ഷൻ ഉൾപ്പെടെയാണ്. അപ്പോൾ അതിന് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനം കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആദ്യ ടൈമിൽ തന്നെ നമുക്ക് കുടിവെള്ള സ്രോതസ് അവിടെ രൂപീകരിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. ബിൽഡിംഗ്, ചുറ്റുമതിൽ, കുഴൽക്കിണർ, കുടുംബശ്രീ കിയോസ്ക് ഉൾപ്പെടെ 63 ലക്ഷം രൂപയുടെ LSDD ഫണ്ട് ഉപയോഗിച്ച് ഈ കാണുന്ന ചന്ത നവീകരിച്ചത് കർഷകർക്ക് പ്രയോജനം ചെയ്യുന്നതായി അൻസാരിയും പ്രദേശവാസികളും ഒരുപോലെ പറയുന്നുണ്ട്. നമ്മുടെ തന്നെ മാർക്കറ്റിലെ ഒരു കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിരുന്ന ശ്രീമാൻ ജയമോഹൻ സാഹു ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനായിരുന്നപ്പോൾ ഫണ്ട് നൽകിയതാണ് ഈ വാർഡിന് വേണ്ടി. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി വിപുലീകരിച്ച് വെച്ചിരുന്ന കുടുംബശ്രീയുടെ ബിൽഡിങ് അതിനെ ഒരു നവീന രീതിയിൽ മാറ്റി അതൊരു വലിയ ഹാളാക്കി മാറ്റി അത് ഏകദേശം 200ഓളം പേർക്ക് ഇരുന്ന് ഒരു മീറ്റിംഗ് കൂടാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു. 100ഓളം കസേരയും കുടുംബശ്രീയുടെ തന്നെ പ്രവർത്തകർ അവരുടെ കാശ് മുടക്കി ഈ വാർഡിലേക്ക് ഒരു പൊതു സംരംഭം എന്നുള്ള നിലയിൽ സംഭാവനയായി നൽകുകയും ചെയ്തു. കാർഷിക ഗ്രാമത്തിലേക്ക് ട്രാക്ടർ റാമ്പ് സ്ഥാപിച്ചത് കർഷകർക്ക് വലിയ സഹായമായി മാറി. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 7 ലക്ഷം രൂപ ഉപയോഗിച്ച് തഴക്കാട് ഏലയിലാണ് റാമ്പ് സ്ഥാപിച്ചത്. അവരെ ചേർത്ത് പിടിക്കണമെന്നുള്ള കാഴ്ചപ്പാട് കൊണ്ട് തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ ആ പദ്ധതിയിൽ നമ്മുടെ വാർഡിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ബ്ലോക്ക് മെമ്പറോട് ആവശ്യപ്പെട്ടു. ബ്ലോക്ക് മെമ്പർ അനുഭാവപൂർവ്വം പരിഗണിക്കുകയും ഈ നാടിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി കർഷകരെ ചേർത്ത് നിർത്തുന്ന നിലയിൽ ഈ പദ്ധതി നമുക്ക് ആവിഷ്കരിച്ച് നൽകുകയും ചെയ്തു. ചേറ്റുകുഴി കേന്ദ്രമാക്കി പ്രവർത്തനം ആരംഭിക്കേണ്ട സബ് സെന്റർ സംബന്ധമായ രേഖകൾ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മേശപ്പുറത്ത് വരെ എത്തിച്ചിരിക്കുകയാണ് ഈ യുവാവ്. വെഞ്ചേബ് ജംഗ്ഷനിൽ പുതിയ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുന്നതിന് എസ്റ്റിമേറ്റ് നടപടികൾ പൂർത്തീകരിപ്പിച്ചു കഴിഞ്ഞതായും ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു. നമ്മുടെ വാർഡ് മേഖലയിലെ ഏറ്റവും പ്രധാന ആവശ്യങ്ങളിലൊന്നാണ് ചേറ്റുകുഴി വാർഡ് കേന്ദ്രമാക്കി ഒരു സബ് സെന്റർ പ്രവർത്തിക്കുക എന്നുള്ളത്. അത് ഏകദേശം 20 വർഷക്കാലമായി ഈ നാടിൻ്റെ ഒരു ആവശ്യകത തന്നെയായിരുന്നു. എന്നാൽ മുൻപുണ്ടായിരുന്ന മെമ്പർമാർ അതിനെ ഒരു വിമുഖ മനോഭാവത്തോടുകൂടി അർത്ഥമനസ്സോടുകൂടി സമീപിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ഈ ഒരു പ്രവർത്തനം നീണ്ടുപോയത്. എന്നാൽ നമ്മുടെ ഒരു കാലത്ത് നമുക്കിതിന് ചെയ്യാൻ കഴിഞ്ഞത് നമ്മുടെ ബഹുമാനപ്പെട്ട MLAയുടെ പൂർണ്ണ പിന്തുണയോടുകൂടി തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടുകൂടി ഈ നാട്ടിലെ ഈ ആവശ്യകത മുൻനിർത്തി പ്രവർത്തിക്കാനും ഇതിനോട് സേവന മനോഭാവത്തോടുകൂടി താല്പര്യപ്പെടാനും നേരിടാനും തയ്യാറായ മുഴുവൻ ആളുകളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഇത് ഗ്രാമപഞ്ചായത്തിൻ്റെ അനുമതിയും DMO ഓഫീസിൻ്റെ അനുമതിയും ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിൻ്റെ അനുമതിയോടുകൂടി ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ടേബിളിൽ വരെ ഈ പ്രവർത്തനം ഈ പേപ്പർ വർക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതികൾ വഴി
ആരോഗ്യ മേഖലയിൽ 5.25 ലക്ഷം രൂപ, വനിതാ സംരംഭ വികസന മേഖലയിൽ 4.5 ലക്ഷം രൂപ, ഭിന്നശേഷി സഹായം 2.45 ലക്ഷം രൂപ, വയോജന ക്ഷേമത്തിനായി 2.15 ലക്ഷം രൂപ, ക്ഷീരവികസന മേഖലയിൽ 4.17 ലക്ഷം രൂപ, മൃഗസംരക്ഷണ മേഖലയിൽ 4.75 ലക്ഷം രൂപ, കാർഷിക മേഖലയിൽ 8.54 ലക്ഷം രൂപ, പട്ടികജാതി മേഖലയിൽ 6.38 ലക്ഷം രൂപയും ഈ ചെറുപ്പക്കാരന് ചേറ്റുകുഴി വാർഡിലെ ജനങ്ങളുടെ ക്ഷേമത്തിനായി ഉപയോഗിക്കാൻ കഴിഞ്ഞു. രാഷ്ട്രീയത്തിൽ ഒരുപാട് വളർച്ചയും തളർച്ചയും പിളർപ്പും കണ്ടവരാണ് നമ്മൾ മലയാളികൾ. യുവാക്കൾ രാഷ്ട്രീയത്തെ കൂടുതൽ ശുഭപ്രതീക്ഷയോടെ കാണണം. വികസനത്തിന് ഒരു നാടിന് പുതിയ കാഴ്ചപ്പാടും ആശയവും ആവശ്യമാണ്. യുവരാഷ്ട്രീയത്തിന് അത് കൊണ്ടുവരാൻ കഴിയും. യുവരാഷ്ട്രീയക്കാർ കൂടുതലും പോസിറ്റീവും ഊർജ്ജസ്വലരും വഴക്കമുള്ളവരും ഉത്സാഹമുള്ളവരുമാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് UM അൻസാരി.